അസ്സലാമലൈക്കും. അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ചായക്കൊക്കെ വെള്ളം വെച്ചു. ഇനി നമുക്ക് ഇന്ന് ചായക്ക് കടി നൂൽപുട്ട് ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ച്. അപ്പോൾ അതാക്കണേ നൂൽപുട്ടിൻ്റെ പൊടിയൊക്കെ എടുത്തങ്ങനെ കേട്ടോ. ഒരു നാവൂരി അരി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് നൂൽപുട്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇന്നലെ പുട്ട് തന്നെയല്ലോ, അപ്പോൾ ഇന്ന് നൂൽപുട്ടായിക്കോട്ടെ അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ നൂൽപുട്ടിൻ്റെ പൊടിയൊക്കെ എടുത്ത് നമ്മൾ നല്ല തിളച്ച വെള്ളം പാരണം കേട്ടോ നമുക്കതിക്ക്. അപ്പോൾ പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് കജ്ജോണ്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാക്കണേ നമ്മൾ ചായക്ക് വെച്ചിന് വെള്ളം ഉണ്ടല്ലോ, അത് നല്ലോണം ഒന്ന് തിളച്ച് വന്നിക്കണ്. അപ്പോൾ ഞാൻ നമ്മളെ നൂൽപുട്ടിനില്ലേ അതിക്കില്ല വെള്ളവും ഞാൻ അതിന് തന്നെയാണ് മുക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ ബാക്കി ഇല്ലേക്ക് നമുക്ക് ചായപ്പൊടിയും പഞ്ചാരയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാക്കണ നമ്മൾ എന്താട്ടി ചായപ്പൊടി ഇട്ട് കൊടുത്തു, പിന്നെ പഞ്ചാര ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതങ്ങനെ ഒന്ന് തിളച്ചിട്ട് ഒന്നിതായി വരട്ടെ. ഇനി നമുക്ക് നമ്മളെ പൊടി നല്ലോണം ഒന്ന് ആ ചൂടോടുക്കനെ തന്നെ സ്പൂണായിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ആ പൊടി ഉണ്ടല്ലോ ആ ചൂടുവെള്ളത്തിൽ കടന്നുങ്ങാണ്ട് ഇങ്ങോട്ട് ഒന്ന് വേകണം. അപ്പോൾ നമ്മളെ നൂൽപുട്ട് നല്ല സോഫ്റ്റ് പുട്ടായി വരും കേട്ടോ. അപ്പോൾ ഇതാക്കണേ നമ്മൾ ചായൻ്റെ വെള്ളമൊക്കെ അത് ഓഫാക്കിക്കണം കേട്ടോ. ഇനി നല്ലോണം തിളച്ചാൽ ചിലപ്പോൾ പൊടി കൂടിപ്പോവും. അപ്പോൾ കുറച്ചീച്ച വെള്ളം പാർന്നുകൊണ്ടാണ് കേട്ടോ നമ്മൾ നൂൽപുട്ടിന് കുഴക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് ചായ ഞാൻ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ, കുറച്ച് കുടിച്ചാൽ. അപ്പോൾ വല്ലാത്ത ചൂടുണ്ട് കേട്ടോ, ഇത് കുഴക്കാനേ പറ്റണില്ല, ഭയങ്കര ചൂടാണ്. അപ്പോൾ ഒന്ന് ആറിയതിന് ശേഷം ഒക്കെ ഒന്ന് കുഴച്ചാൽ മതി. അപ്പോൾ ഞാൻ ഏതായാലും കുറച്ച് ചൂട് കൊടുക്കാൻ തന്നെ ഒന്ന് കുഴച്ചെടുത്തിക്കണം കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ കുഴച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് ഇഡലിൻ്റെ തട്ടെടുക്കാം. അല്ല ഇഡലി തട്ടല്ല, നമ്മളെ നൂൽപുട്ടിൻ്റെ തട്ടെടുത്തിട്ട് അതിക്കങ്ങോട്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ. മാവ് നന്നായാൽ തന്നെ നല്ല ഉസാറാണ് കേട്ടോ, പിജ്ജാനും ഉസാറേക്കാരം. അതേമാതിരി നൂൽപുട്ടും നല്ല അടിപൊളിയായിട്ടില്ല സൂപ്പർ നൂൽപുട്ടേക്കാരം കേട്ടോ. നല്ല സ്പോഞ്ച് പോലെ പഞ്ഞി പോലെ ഇക്കാരം. ഇങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മളെ നൂൽപുട്ട് തിന്നാൽ തന്നെ രസീക്കാരം. വർഗ്ഗം കൊള്ളിയോലെയാണ് ഈ ചെങ്കിണ്ടല്ലോ, ഒരു രസം ഉണ്ടാവില്ല കേട്ടോ നമ്മളെ നൂൽപുട്ട് തിന്നാൻ. അങ്ങനെ നമ്മൾ കുറച്ചീച്ച പൊടി എടുത്തിട്ട് നമ്മളെ അച്ചിൽ നിറച്ചിട്ട് അങ്ങനെ പിഴിഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ. നമ്മളെ മാവ് കുറച്ച് ടൈറ്റായി കഴിഞ്ഞാലും പിജ്ജാൻ വയ്ക്കൂല കേട്ടത്, പീച്ചിയാലും പോരൂല, മുറിഞ്ഞ് പോരും. ഇതാവുമ്പോൾ നല്ല സൂപ്പറായിട്ട് പീച്ചിയാലും പോരും കേട്ടോ. കണ്ടില്ലേ, പീച്ചുമ്പോൾ തന്നെ അറിയാം നമ്മളെ മാവ് എത്രത്തോളം നന്നായിക്കണമെന്നും എത്രത്തോളം ആ മാവ് കൊണ്ട് ചുട്ടാൽ അടിപൊളി ഇക്കാരെന്നൊക്കെ ഇപ്പോൾ ആ മാവ് കണ്ടാൽ തന്നെ അറിയാം. ഇനിയിപ്പോൾ നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണാം കേട്ടോ, അപ്പോൾ അറിയാം. അപ്പോൾ ഇതാക്കണേ ഞാൻ എല്ലതും പീച്ചി. അപ്പോൾ നമുക്ക് കുറച്ച് ചായയും കുടിച്ചട്ടോ. അങ്ങനെ ചായ കുടിച്ചലും നൂൽപുട്ട് പീച്ചലും ഒക്കെ ഒപ്പാക്കാം. അങ്ങനെ ഇതാക്കണേ നമ്മളെ നൂൽപുട്ട് ഇറക്കി വെച്ചിക്കണേ, അത് ഒരു ട്രിപ്പ് അയക്കണം കേട്ടോ. അപ്പം ഇനി ഞാനതിന്ന് എടുത്തുക്കണം കേട്ടോ. നമ്മളെ നൂൽപുട്ട് വെന്തിക്കണേ, പെട്ടെന്ന് വേവും കേട്ടോ. നമ്മളെ നൂൽപുട്ട് വേകാതെ എടുക്കും വേണ്ട, കുറച്ച് നേരം കഴിഞ്ഞാലാണ്ട് എടുത്താൽ മതി. നമുക്കൊരു മനസ്സിലൊരു ഇതുണ്ടാവുമല്ലോ, അപ്പോൾ വന്തക്കൊന്നുമില്ലേ, അപ്പം എടുത്താൽ മതി. അപ്പോൾ ഇനി വെള്ളം ചൂടാറാതെക്കാനും വേണ്ടി നമ്മളതൊന്ന് മൂടി വെച്ചിക്കണം കേട്ടോ. ഗ്യാസാണ്ട് ഓഫാക്കും ചെയ്തു കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഇനി മറ്റേ പിജ്ജോളം അതിങ്ങനെ കത്തിക്കണ്ടേ, അപ്പോൾ അത് നിൽക്കണ്ട. അപ്പോൾ നമ്മളെന്താട്ടോ ഗ്യാസാണ്ട് ഓഫാക്കിയിട്ട് പിന്നെ നമ്മളെന്താട്ടും ആ പാത്രം ഒന്ന് മൂടി വെക്കും കേട്ടോ. അപ്പോൾ പിന്നെ വെള്ളം ചൂടാറില്ല. അപ്പോൾ കണ്ടില്ലേ നമ്മളെ നൂൽപുട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളെ തുണി കഷ്ണങ്ങളൊക്കെ പിടിച്ചാൽ എങ്ങനെ അതേപോലെ ഇങ്ങനെ നല്ല കുഴവുണ്ട് അല്ലേ. അങ്ങനെ നമ്മൾ നൂൽപുട്ടൊക്കെ അങ്ങനെ ചുടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അടിയിൽ ഇനി നമുക്ക് ചോറ് വേണം. അപ്പോൾ നമുക്ക് ജിനുവിന് കൊണ്ടുപോകണമല്ലോ ചോറ്, അപ്പോൾ അതിനും വേണ്ടി വേഗം തിരിച്ചുവിട്ടാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇപ്പം 2-3 ദിവസമായിട്ടുണ്ടല്ലോ, നേരത്തെ കാലത്തെ ചോറും കൂട്ടാനും ആവും. അതൊരു ഭാഗ്യ, അല്ലെങ്കിൽ അങ്ങനെ തട്ടിത്തിരിഞ്ഞ് ഒരു 12:30 മണിയാവും. പിന്നെ ഞാൻ ഒരു ചിരട്ട വെച്ചിങ്ങനെ കേട്ടോ. ചിരട്ട വെച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചിങ്ങോട്ട് കത്തി പിടിച്ചാണ്ടല്ലോ നല്ല സൂപ്പറായിട്ടാണ് കത്തിക്കോളും. അതാണ് പാളിയാണ് കത്തുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പിന്നെ വറകുമ്പലൊക്കെയാണ് കത്തി പിടിച്ചോളും. അങ്ങനെ നമ്മളെ തിരിച്ചൊക്കെ ഇതാക്കണേ
കത്തിക്കണം കേട്ടോ. ഇനി നമുക്ക് എന്താട്ടാ ഞാനൊരു ചകിരിയും ചിരട്ടിയും ഒക്കെ വെച്ച് കൊടുത്തിക്കണേ. അപ്പം ഇനി തിരിച്ചങ്ങനെ കത്തട്ടെ. എന്നിട്ട് നമുക്ക് ചോറ്റിനില്ല തണിയും തീമാക്കണം കേട്ടോ. അങ്ങനെ തിരിച്ചൊക്കെ കത്തിയപ്പോൾ നമ്മൾ ചോറ്റിനില്ല തണിയും തീമട്ടു. അപ്പോൾ ചാറ് ഇതാക്കണേ. നമ്മൾ ഇന്നലെ ഉണ്ടാക്കിനിയല്ലോ കേങ്ങും ആ എല്ലൊക്കെ ഇട്ടിട്ടില്ലേ. അപ്പോൾ ആ ചാറ് കുറച്ച് ബാക്കി ഉണ്ടായിന് കേട്ടോ. അപ്പം ഞാൻ എന്താട്ടി അത് മതി ഇപ്പം ഒന്ന് നൂൽപുട്ടിക്കൊന്ന് കരുതിക്കാണ്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിന് കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകാണ്ട് ചൂടാകാൻ വെച്ചാണ്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തേക്ക് തന്നെ നമ്മളൊരു സാധനം ചൂടാക്കിയത് കേട്ടോ. ചൂടായി കിട്ടാൻ ഭയങ്കര പണിക്കാരം. ഒന്ന് തണുപ്പ് ആറിയതിന് ശേഷം നമ്മൾ ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അത് എന്ത് സാധനമാണെങ്കിലും. അങ്ങനെ നമ്മൾ എന്താട്ടി അത് അവിടെ അടുപ്പത്ത് വെച്ചിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അരി ഇട്ട് കൊടുത്തിക്കണ്. അരി ഇട്ട് കൊടുത്തപ്പോൾ നമ്മളെ തള്ളക്കൈയിലോട് ഇങ്ങനെ വെള്ളം കോരുമ്പോൾ വെള്ളം മുഴുവനും അടുപ്പൊക്കെ അങ്ങനെ ചിന്തി നമ്മൾ തിരിച്ചടക്ക് ഇട്ടിക്കണം കേട്ടോ. പിന്നെ ഞാനത് അങ്ങോട്ട് ഊതി കത്തിച്ചാൽ നിന്ന്. ഇങ്ങനെ വെള്ളം പറന്ന് കെട്ട് കഴിഞ്ഞാൽ പിന്നെ കത്താൻ കുറച്ച് പണിയാണ്. എന്നാലും അൽഹംദുലില്ലാ 2-3 ഊത്ത് ഊതിയപ്പോൾ ഇതിനാണ് കത്തിയും ചെയ്തിക്കണം കേട്ടോ. ഇനി അങ്ങനെ കത്തി പിടിച്ചോളും. പിന്നെ നമുക്ക് ഒരു ചെറിയൊരു കാബേജിൻ്റെ ഒരു കണ്ടുണ്ടായിന് കേട്ടോ. അത് കുറേ ദിവസമായിക്കണേ നമ്മളെ ഫ്രിഡ്ജിലുണ്ടായിട്ട്. അന്നിപ്പോൾ അടുപ്പിച്ച് ഞാൻ കുറച്ച് കാബേജ് എടുത്തിട്ടില്ലേനോ, അതിൻ്റെ ബാക്കിയാണ് കേട്ടോ. പെരുന്നാളിൻ്റെയൊക്കെ മുന്നല്ലാണത്. ഏതായാലും ഞാനത് അരിഞ്ഞ് കുറച്ച് തേങ്ങയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് കുഴച്ച് വെച്ചിരിക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ ചോറ് വെന്തും ചെയ്തിരിക്കണം. ഇനി നമുക്ക് ആ അടുപ്പത്ത് നമ്മളെ കാബേജ് വെക്കട്ടോ. അപ്പോൾ അങ്ങനെ കാബേജ് വെക്കാമല്ല ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കണ്. ചോറ് വേഗം വന്ന് ഊറ്റിയെടുക്കും ചേച്ചിട്ടോ. പിന്നെ ഇനി മക്കളെ സ്കൂൾക്ക് പറഞ്ഞേക്കണം. പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് മദ്രസ ഒന്നുമില്ല. അപ്പോൾ പിന്നെ സ്കൂളുണ്ടല്ലോ. അത് വെള്ളിയാഴ്ച നേരത്തെ ബെല്ലടിച്ചും ചേച്ചു. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അല്ലേ, നേരത്തെ ബെല്ലടിച്ചു അല്ലേ. അപ്പോൾ അവർക്ക് കൊണ്ടാകാനുള്ള കൂട്ടാനാണ് കേട്ടോ പപ്പടം. 2 പപ്പടം കൂടി ഉണ്ടായിന്. അതും കൂടി പൊട്ടിച്ചിക്കാണ്ട് ഇന്ന് മക്കൾക്ക് സ്കൂൾ കൊണ്ടാകാമെന്ന് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ സനുവിനൊരു പപ്പടം മിന്നുട്ടിക്കൊരു പപ്പടം പൊരിച്ചിക്കണേ. ഓർക്ക് സ്കൂളിൽ കൂട്ടാനൊക്കെ ഉണ്ട്. എന്നാലും ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു നൊണത്തീനും വേണ്ടി കൊണ്ടുപോകണം, എന്നെങ്കിലേ ഓർക്ക് തൃപ്തിയാവുള്ളൂ. അപ്പോൾ ഞാൻ ആ പപ്പടം പൊരിച്ചിട്ട് കുറച്ച് ഓയിൽ എന്താട്ടി ഞാൻ മുക്കിക്കണം കേട്ടോ. ഒക്കെ പാടൊന്നും ഇപ്പം ഇനി ആ കാബേജ് വെക്കാൻ വേണ്ട. അപ്പോൾ ഇനി ഞാൻ കുറച്ചാണ്ട് മുക്കിയിട്ട് നമ്മൾ കടുക് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ആ പപ്പടം പൊരിച്ചുകൊണ്ട് തന്നെ നമ്മളെ കടുക് നല്ലോണം ചൂടായിക്കണം. പിന്നെ അതിക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് നമ്മളെ കാബേജ് ഉണ്ടല്ലോ അതും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് നമ്മളെ ചട്ടകം കൊണ്ടൊന്ന് ഇളക്കി എടുത്തുകാണ്ട് ആ കടുകൊക്കെ ഉണ്ടല്ലോ അടി കിടക്കണേ അതൊക്കെ ഒന്ന് മേലക്കാക്കിയെടുക്കണം. അപ്പം ഇനി നമുക്ക് നല്ലോണം ഒന്ന് ചട്ടകം വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം. അങ്ങനെ ഇളക്കിയെടുത്തിട്ട് നമുക്ക് ഇനി ആവിയിൽ അങ്ങനെ വേവിച്ചെടുക്കണം. വെള്ളം പാരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, അതങ്ങനെ കടന്ന് വന്നോളും. അപ്പം ഇനി നമുക്കിനി അതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി അവിടെ കടന്ന് അങ്ങനെ വേഗട്ടെ. അങ്ങനെ അത് അടുപ്പത്ത് വെച്ചുകാണ്ട് നമ്മൾ സനുവിനെയും മിന്നുട്ടിനെയും വിളിച്ചുണർത്തിക്കാണ്ട് വെള്ളിയാഴ്ച അല്ലേ നേരത്തെ ബെല്ലടിച്ചുവല്ലോ. അപ്പോൾ ഓലിക്ക് 2 ചായ കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇറച്ചിക്കറി ആയതുകൊണ്ട് തന്നെ മിന്നുട്ടിക്കും ചാറ് പാർന്ന് കൊടുത്തിക്കണം കേട്ടോ. വലിയ തൃപ്പതിയൊന്നുമില്ല, എന്നാലും ഞാൻ ചീത്ത അറിഞ്ഞുകാണ്ട് അങ്ങോട്ട് പഞ്ചാര ഇട്ടരൂലെന്ന് അറിഞ്ഞുകാണ്ട് അങ്ങനെ വാസി പിടിച്ചപ്പം എന്നാൽ പിന്നെ ചാറന്നെ ആയിക്കോട്ടെ എഴുതി ചാറ് പാർന്ന് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഏതായാലും ചാറും പാർന്ന് നമ്മളെ മിന്നുട്ടി നൂൽപുട്ട് നിൽക്കണേ. പിന്നെ മിന്നുട്ടിക്ക് എന്ന് പറഞ്ഞാൽ വലിയ ഗ്ലാസ്സിൽ ഒരുപാട് കട്ടൻ ചായ വേണം. ഓക്ക് എത്ര ചായ അടിച്ചാലും മതിയാവില്ല. അങ്ങനെ ഓക്കില്ലേ ഓൽക്ക് 2 ആക്കില്ലേ കൂട്ടാൻ ഞാനും പാത്രത്തിലാക്കി കൊടുക്കുകയാണ് കേട്ടോ. 2 പപ്പടം പൊരിച്ചിന് 2 ആക്കും ഓരോന്നാണ് കേട്ടോ. അത് 2 മതി. അപ്പം ഇനി സ്കൂളിൽ നല്ല കൂട്ടാനൊക്കെ ഉണ്ടാവും, എന്നാലും ഇങ്ങോട്ട് കൊണ്ടുപോകണം ഓൽക്ക്. അങ്ങനെ അത് ഞാൻ മക്കളത് പിന്നെ വെള്ളമൊക്കെ എടുത്ത് വെച്ചു, കൂട്ടാൻ പാത്രം ഒക്കെ എടുത്ത് വെച്ചു. പിന്നെ നമ്മളെ കാബേജും തന്നെ വെന്തിക്കണം കേട്ടോ. അപ്പോൾ ഞാനതെന്ത് കാട്ടിച്ചാൽ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിക്കണ്. ഇനി ഒന്നുകൂടി ഇളക്കിയിട്ട് മൂടിക്കാണ്ട് അവിടെ വെക്കാം. ഇനി നമുക്ക് ഇനിയിപ്പോൾ അതിക്കൊരു കൂട്ടാൻ കൊണ്ടുപോകണമല്ലോ. അപ്പം ഇനി എന്താ ഇപ്പോൾ കൂട്ടാൻ എഴുതി നിൽക്കുമ്പോൾ നമ്മൾ എഴുതി തക്കാളി കൂട്ടാൻ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഇനി നമ്മൾ ഇറച്ചിയൊന്നും വെക്കണില്ല കേട്ടോ. ഇറച്ചിയൊക്കെ ഫ്രിഡ്ജിലുണ്ട്. ഇനി കുറച്ച് ദിവസം കജ്ജട്ടെ. ഇനിയിപ്പോൾ ഇറച്ചിക്ക് ഇങ്ങനെ ഒന്ന് പൂതിയാണ്, അപ്പോഴേ നമ്മൾ ഇറച്ചി വെക്കുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ വെക്കൂല. അപ്പം ഞാൻ അടക്കട്ടെ. ഇപ്പം ഇറച്ചി ഇങ്ങനെ കണ്ടമാനം തിന്നാൽ വയറ്റൊന്നും പോകും, വയറിനും പറ്റൂല, പിന്നെ കൊളസ്ട്രോൾ വരും, ഒക്കെ ഉണ്ടാവും. അപ്പം ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ അവിടെ നിൽക്കട്ടെ. പിന്നെ നമ്മൾ എന്താട്ടി കടുക് പൊട്ടിച്ച് തക്കാളി ഇട്ട് കൊടുത്ത് പിന്നെ ഉപ്പിട്ട് കൊടുത്തിക്കണം കേട്ടോ.
ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കട്ടോ. അങ്ങനെ മിന്നുട്ടിക്കും സനുവിനും ബാഗിൽ ബുക്കൊക്കെ റെഡിയാക്കി എടുത്തു. ടൈം ടേബിളൊക്കെ നോക്കി ഒക്കെ റെഡിയാക്കി വെച്ചിക്കണേ. പിന്നെ ഇനി ഓലെ പാത്രവും ചോറ്റും പാത്രവും കൂട്ടാൻ പാത്രവും വെള്ളക്കുപ്പി ഒക്കെ വെച്ച് കൊടുക്കണം. അങ്ങനെ അത് വെച്ച് കൊടുത്തു. സനുവിൻ്റെ ആണ് കേട്ടോ ഇനി വെച്ച് കൊടുക്കാൻ. അല്ലെങ്കിൽ ആദ്യം പിന്നെ ടൈം ടേബിൾ നോക്കിക്കണേ, അത് നോക്കിയിട്ട് അവിടെ വെച്ചിക്കണേ കേട്ടോ. എന്നിട്ട് പിന്നെ അതൊക്കെ ഒന്ന് ബാഗിലിട്ട് ഇനി പിന്നെ കൂട്ടാൻ പാത്രവും ചുറ്റും പാത്രവും അതും വേണം മൈക്കിടുക. അപ്പോൾ സനുട്ടൻ ഇപ്പോൾ വരും കേട്ടോ. അപ്പം ഇനി അതിൽ ആ ക്ലാസ് ഇന്ന് എടുത്ത് വെക്കരുത് എന്ന് പറഞ്ഞിരിക്കണം കേട്ടോ. മറന്നു പോവും വെച്ച്. അപ്പോൾ ആ ക്ലാസ് ആ ബാഗിൽ തന്നെ നിന്നോട്ടെ ഇറങ്ങിക്കാണ്. അപ്പോൾ അത് അവിടെ തന്നെ വെച്ചിക്കാണ് കേട്ടോ. പിന്നെ നമ്മളെ തക്കാളിയൊക്കെ വെന്തിക്കണം കേട്ടോ. അപ്പോൾ തക്കാളി വെന്ത് നമ്മൾ മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിക്കണേ. പിന്നെ നമ്മളെ മിന്നൂട്ടിനെ ഇതാക്കണേ ഞാൻ ഒരുക്കി നിർത്തിക്കണം കേട്ടോ. ഇനി ഒരു വരുമ്പോൾ ചങ്ങാഴ്ചകൾ വരുമ്പോൾ പോയിക്കൊണ്ടി കാരണം സനു പോയും ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മളെ നിലത്ത് കൂടെ കണ്ടില്ലേ കുറേ പാറ്റം കെട്ട് പൊടിഞ്ഞിട്ട് ഇന്നലെ അന്തിക്ക് അതിൻ്റെ തുങ്ങലാളാണ് ഒക്കെ ചാടിക്കിടക്കണം. ഇനിയിപ്പോൾ അതൊന്ന് അടിച്ചൊരു വൃത്തിയാക്കി ഇടണം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ മിന്നുട്ടി പോയിട്ടോ, സനുട്ടനും പോയി. ഇനി ഞാൻ ചായ അടിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണം നമ്മളെല്ലാം കേങ്ങൊക്കെ ഇട്ട ചാറ് ഇന്നലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതും കൂട്ടിയിട്ട് നമ്മൾ ചായ കുടിച്ചു കേട്ടോ. അപ്പം ഇനിയിപ്പം ഇറച്ചി വെക്കണില്ല കാരണം നമ്മളെ പുതിയാപ്പിള കാക്കാക്ക് ഇപ്പം ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ തിന്നാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് അന്ന് വെക്കട്ടോ. ഇതന്നെ വെച്ച് തിന്നുമ്പോൾ തന്നെ വല്ലാത്തൊരു പൊറുതിയുടെ ഇനി മൂപ്പര് തിന്നാത്തത് കൊണ്ട് കേട്ടോ. അപ്പം ഇനി ഇന്നിപ്പോൾ ആസ്പത്രിക്ക് പോയിനി. അപ്പം ഇനി ഒരാഴ്ച കൂടിയും കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞിങ്ങനെ. അപ്പം നമുക്ക് കുറവുണ്ടിച്ചെങ്കിൽ അപ്പം വെക്കാം നമുക്ക് നമ്മളെ ഇറച്ചി. അതിനിപ്പോൾ അതിനെ അയക്കൂല നമ്മളെ മൂപ്പരാക്ക. കുട്ടികൾക്ക് വെച്ച് കൊടുത്തളാറിന് കണ്ട് എന്താവും. അപ്പം വെച്ച് കൊടുക്കും വേണ്ടി വരും. ഞാൻ ഇന്നോട് ഇന്ന് തന്നെ പറഞ്ഞിരിക്കണ് കുട്ടികൾക്ക് വെച്ച് കൊടുത്തള്ളണ്ടിട്ടോ. ഞാൻ വേണ്ട ഇച്ച് വേണ്ടായത് കണ്ടിച്ച് കുട്ടികൾക്ക് കൊടുക്കാക്കണ്ടെന്നൊക്കെ പറഞ്ഞിക്കാണ്. കുറേ ചീത്തയൊക്കെ പറഞ്ഞ് പോയതാണ് ആസ്പത്രിക്ക്. അപ്പോൾ പിന്നെ ഏതായാലും ഇപ്പം ഇനി കുറച്ച് ദിവസം കൂടി കാച്ചട്ടെ. ഇനി കുറേ ചീത്ത അറിയാണെച്ചെങ്കിൽ അപ്പാണ്ട് എടുത്ത് വെക്കും ചേച്ചാൽ. അങ്ങനെ ഏതായാലും നമ്മളെ ജിനുവിനില്ലേ ചോറും തക്കാളി കൂട്ടാനും കാബേജ് ഉപ്പേരി ആക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഇടിമ്മ കുറച്ചുകൂടി തക്കാളി കൂട്ടാടി കുറച്ചുകൂടി തക്കാളി കൂട്ടാടി കാരണം കൊടുക്കാൻ കേട്ടോ. അത് തികയിലാന്ന് പറഞ്ഞ്. അപ്പോൾ ഏതായാലും പിന്നെ ഞാൻ കുറച്ചൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ ഓനില്ലതും ഞാൻ ആക്കി വെച്ചു കേട്ടോ. അങ്ങനെ ഇതാക്കള് ഓന് പോകാനായി. അപ്പോൾ നമ്മളാ ചോറ്റും പാത്രം ഒന്ന് തുടച്ചു കൊടുത്താണ് കേട്ടോ. അങ്ങനെ ഇതാക്കണ്. അപ്പോൾ ഓൻ തന്നെ ബാഗിലൊക്കെ ഇട്ട് ഞാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഒക്കെ ഓരൊക്കെ പോയി കഴിഞ്ഞ് മക്കളെല്ലാവരും പോയി. ഇനി നമ്മൾ ഒറ്റക്കായി കേട്ടോ. അപ്പം ഇനി നമ്മളെന്താ ചെയ്യും കിടക്കണ വിരിപ്പും പുതപ്പൊക്കെ ഉണ്ടേനി അതൊക്കെ ഒന്ന് മടക്കി വെച്ചു. പിന്നെ കണ്ടില്ലേ നമ്മളെ പാറ്റാളെ തുങ്ങലുകൾ ഇഷ്ടം പോലെ ചാടി കിടക്കണുണ്ട്. അത് മുഴുവനൂനും നമ്മൾ അടിച്ചോരിട്ടു. പിന്നെ ഞാൻ വന്ന് കണ്ട് പാത്രം മോറിട്ടോ. അങ്ങനെ നമ്മളെ പാത്രം മോറിൽ ആദ്യം പാത്രങ്ങളൊക്കെ ഉരച്ചിടും. പിന്നെ നമ്മളങ്ങോട്ട് കൈകലണ്ട് തുടങ്ങും. അങ്ങനെ നമ്മളെ പാത്രം മോറിലും കേകിയും പിന്നെ നമ്മളെന്താട്ടി വീതനയൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളെ പയറിൻ്റെ ഇതിമെന്ന് നമുക്ക് 2 പയർ കിട്ടിയതാണ്. അങ്ങനെ നമ്മൾ അടുപ്പും വീതനയൊക്കെ ഒന്ന് തുടച്ച് എടുത്തുകളെ. ഇനി നമുക്ക് എന്താട്ടാ തുടക്കാം. അങ്ങനെ ഞാൻ തുടച്ചു കേട്ടോ. അപ്പോൾ മക്കളൊക്കെ പോയതുകൊണ്ട് ഇനി നമുക്ക് ധൈര്യമായിട്ട് തുടച്ചിടാം. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് എടുക്കുമല്ലോ. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ചോറും കൂട്ടാനായി അടിച്ചോരി തുടച്ചു പാത്രം മോറി. അങ്ങനെ നമ്മൾ തിരുമ്പാൻ ഇറങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് കല്ലുമ്മലാട്ടോ തിരുമ്പണത്. അപ്പോൾ നമ്മളിന്ന് മെഷീനിലൊന്നും ഇടുന്നില്ല. അപ്പോൾ ഇന്ന് കല്ലുമ്മ തന്നെയാണ് അടിച്ചാണ് തിരുമ്പാന്ന് വിചാരിച്ചു കേട്ടോ. അണ്ട് വെളുക്കട്ടെ നമ്മളെ തുണിയൊക്കെ. അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞു. നമ്മൾ തിരുമ്പണ എല്ലാ വീഡിയോസൊന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒലുമ്പി വെക്കണം കേട്ടോ. ഇനി ഒലുമ്പൽ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തോരയിടണം. അപ്പോൾ അതിന് മഴ എങ്ങനെ മൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി പെജ്ജോ അല്ലേ എന്നൊക്കെ ഒരു സംശയം പോലെ നിൽക്കുകയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മണ്ടേണ്ടി വരും. എപ്പോഴാണ് പനി വരിക എന്നൊന്നും ഇനി പറയാൻ പറ്റൂല ഇങ്ങനെ മഴപ്പാറ്റിൽ കൊണ്ടാലേ. അങ്ങനെ നമ്മൾ എന്താട്ടി ഒക്കെ പാടെ ഒന്ന് ഒലുമ്പി വെച്ചു. പിന്നെ നമ്മൾ ബക്കറ്റൊക്കെ ഇട്ടുകാണ്ട് കൊണ്ടുപോയി തോരയിടാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ തന്നെ കുറച്ച് ഉണങ്ങാത്തൊക്കെ ഉണ്ട് ആയാലും പിന്നെ അതൊക്കെ വേണം നമുക്ക് ഔത്തു കൂടിയൊക്കെ ഒന്ന് കൊണ്ടുവന്നിട്ട് എന്നാൽ വേഗം ഉണങ്ങിക്കോളും. അങ്ങനെ നമ്മൾ എന്താട്ടി തിരുമ്പലും തോരയിടലും ഒക്കെ കഴിഞ്ഞ് പിന്നെ കുളി കഴിഞ്ഞു. പിന്നെ നമുക്ക് ചുരിദാർ അടിച്ചാണ്ട് ഇനിയല്ല ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ആ ചുരിദാർ ഒന്ന് അടിച്ചണം.
അതിൻ്റെ ബാക്കി കൂടി ഉണ്ട് കേട്ടോ അടിച്ചാൻ. അപ്പോൾ അതിനും വേണ്ടി ഞാൻ പെട്ടെന്ന് ചോറൊക്കെ വെച്ചാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുളിയും ഒക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതാക്കണേ കാബേജ് ഉപ്പേരിയും അതേമാതിരി നമ്മൾ തക്കാളി കൂട്ടാനൊക്കെ കൂട്ടിയിട്ട് ചോറ് വെച്ചാണ് കേട്ടോ. തക്കാളി കൂട്ടാനൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കൂട്ടാനോ ആവശ്യമൊന്നുമില്ല. തക്കാളി കൂട്ടാൻ ഭയങ്കര ഇഷ്ടം. അതേമാതിരി ഉള്ളി കൂട്ടാനും നിങ്ങൾക്ക് തന്നെ അറിയാലോ എൻ്റെ വീഡിയോയിലേറും ഞാൻ അങ്ങനെ ഉണ്ടാക്കൽ ഉള്ളി കൂട്ടാനും അതേമാതിരി തക്കാളി കൂട്ടാനാണല്ലേ. തക്കാളി കൂട്ടാനൊക്കെ ആരാ എനിക്ക് കൈവശം തന്നേന്നൊക്കെ നിങ്ങൾ വിചാരിച്ചുല്ലേ. ആരുമല്ല, അത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ രണ്ട് കൂട്ടാനും. അപ്പോൾ അതാക്കണേ ഞാൻ ഇന്നലെ കാണിച്ചു തന്നില്ലേ നമ്മളെ ചുരിദാർ എന്താണ് കേട്ടോ അടിച്ച് വെച്ചിക്കണേ. പിന്നെ ഞാൻ അതിക്കൊരു ഷാളും തന്നെ അതിമന്ന് മുറിച്ചെടുത്തുക്കണേ. ആ സാരിമന്നാണ് മുറിച്ചെടുത്താണ് കേട്ടോ. പിന്നെ എന്താട്ടി മിന്നുട്ടിക്കും തന്നെ ഞാൻ അതിമന്നേനെ ഒരിത് അടിച്ച് എടുത്തുക്കണം കേട്ടോ. ഇത് നമ്മളെ കജ്മലും ആ അടിഭാഗത്തൊക്കെ അതിൻ്റെ റോസ് വരുന്ന രീതിക്കാണ് കേട്ടോ നമ്മൾ അടിച്ചിക്കണത്. പിന്നെ അതാക്കണ മിന്നുട്ടിൻ്റെത്. ഇനി ഇതിട്ടത് ഞാൻ നാളത്തെ വീഡിയോയിലിടാം കേട്ടോ ഇൻഷാ അല്ലാഹ്. കുഞ്ഞാമാൻ്റെ കുട്ടീൻ്റെ നിക്കാഹ് ഉണ്ടല്ലോ, ആ മരിച്ച കുഞ്ഞാമാൻ്റെ, അപ്പോൾ അതിന് പോകാൻ വേണ്ടി അടിച്ചതാണ് ഇട്ടത്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് കേട്ടോ. അപ്പം ഇനി നാളെ ഇൻഷാ അല്ലാഹ് ഞാൻ അതിട്ടിട്ടുള്ള വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടോ?